വെൽക്കം ടു റേഡിയോ ഹ്യൂമാനിറ്റ. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ദിസ് ഇസ് ആർജെ ലിഹ്ന വിത്ത് ആർജെ ശ്രേയ. ലിഹ്ന, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ ലോകത്ത് ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണെന്ന് അറിയാം നിനക്ക്? അത് സ്നേഹത്തിനും പണത്തിനും ഒക്കെ അല്ലേ? അല്ല, അതിനേക്കാളൊക്കെ മൂല്യമുള്ള ഒന്ന്, നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്ന്. എനിക്കറിയാം, സമയല്ലേ എല്ലാവർക്കും എന്തിനേക്കാളും പ്രധാനപ്പെട്ടത്. എന്നാൽ നമ്മൾ മനുഷ്യർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പാഴാക്കി കളയുകയും പിന്നീട് അതോർത്ത് വിഷമിക്കുകയും ചെയ്യുന്നത് ഈ സമയത്തെ ഓർത്തല്ലേ. കാണുവാനായി ഒന്നിച്ചോടാൻ വാ. ഓ നേരം പോവണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ. ഓ നേരം പോവണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ. ജീവിതത്തെ ചുംബിച്ചിടാലോ. ആടുന്നു പൂക്കൾ, വാടുന്നു പൂക്കൾ, കാലത്തിൻ ചിരി പോലെ കാണുന്നു മുന്നിൽ ഏതോ കിനാക്കൾ, ചായുന്നു പോരാമോ. പാടുന്നു മൗനം, മുളുന്നു താളം, തോളത്തു കൂടാമോ. ഈ ഭൂമിയാകെ വിശുദ്ധ കാറ്റായി മോഹങ്ങൾ പാറുന്നു. സമയം പാഴാക്കുന്ന കാര്യത്തിൽ നമ്മൾ വിദ്യാർത്ഥികളല്ലേ ഏറ്റവും നല്ല ഉദാഹരണം. ഒഴിവ് സമയം നല്ലതുപോലെ ഉപയോഗിക്കാതെ നാം പാഴാക്കി കഴിയുന്നത് എത്ര സമയമാണ്. ശരിയാ, തുടക്കത്തിൽ ഒരുപാട് സമയമുണ്ടെന്നോർത്ത് പഠിക്കാതെ കളിച്ചിരിക്കും. പിന്നീട് പരീക്ഷയോട് അടുക്കുമ്പോ ഇത്ര മാസം ഉണ്ടല്ലോ, ഇത്ര ദിവസം ഉണ്ടല്ലോ എന്നും പറഞ്ഞിരിക്കും. എന്നിട്ടോ അവസാനം തലേന്നിരുന്ന് ഒരു വർഷത്തെ മുഴുവൻ പാഠവും പഠിക്കാൻ നോക്കി ഒന്നും തലയിൽ കയറാതെ പിറ്റേന്ന് പരീക്ഷയ്ക്ക് ഈ പാട്ടും പാടിയിരിക്കും. മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ. ലോല വായോ പോകാം, ലോകം കാണാം തേരാ പാര. കെട്ടി ഹൃദയം പൊട്ടി, വഴിയും തെറ്റി വിടറ്റി, സിറ്റി നടുവിൽ ചുറ്റി, അടിയും പൊട്ടി പണി കിട്ടി. ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ. അവനും അവളെ നോക്കുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോഴാ ഓർത്തത്, ഒരു കാര്യം സമയത്തിന് ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ആണോ? അതെന്താ? പറ കേക്കട്ടെ. 10 പഠിക്കുന്ന സമയത്ത് പൊതുപരീക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ വെറുതെ പായാക്കി കളഞ്ഞ സമയത്തിന്റെ വില റിസൾട്ട് വന്നപ്പോഴാ ഞാൻ അറിഞ്ഞത്. അത് ശരിയാ, പക്ഷെ ഇത് നിന്റെ മാത്രല്ല, 10ാം തരം കഴിഞ്ഞ ഒട്ടുമിക്ക കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. സത്യമായിട്ടും ഒരു കാര്യം സമയത്തിന് ചെയ്യേണ്ട പ്രാധാന്യം ഞാൻ അന്നാ മനസ്സിലാക്കിയത്. ഏതായാലും 10ാം ക്ലാസ്സും പരീക്ഷയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ +1 എന്ന കടമ്പയും കടന്നു. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു. गम न दे जिंदगी, ना जला हाथों को यूं छूने दे कोई खुशी, किस्मत ने यूं छोड़ा हमें
शीशा बना के तोड़ा हमें, जख्मों से है सांसें भरी, जख्मों को थोड़ा सीने देना, जीने देना, जीने देना, जिंदगी तू जीने देना, जीने देना, जीने देना, जिंदगी तू जीने देना. पल पल हर एक पल सहमा है क्यों, हर लम्हा क्यों है डरा, चांद आसमान पे लगता है यूं, खंजर पे दिल है धरा. पल पल हर एक पल सहमा है क्यों, हर लम्हा क्यों है डरा, चांद आसमान पे लगता है यूं, खंजर पे दिल है धरा. कातिल से क्यों हर रात है, पत्थर लिए क्यों हर हाथ है, जख्मों से है सांसें भरी, जख्मों को थोड़ा सीने देना, जीने देना, जीने देना, जिंदगी तू जीने देना, जीने देना, जीने देना, जिंदगी तू जीने देना. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും സമയം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അല്ലേ? അതെ, ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെതായ സമയത്തല്ലെങ്കിൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെടും. കൃത്യസമയത്ത് സഹായം എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഒന്നിലേറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. വാഹനാപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്തത് മൂലം എത്ര ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. സമയം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് നല്ലതാണെങ്കിൽ ചിലർക്ക് അത് മോശമായിരിക്കും. അതെ, ചില നേരം 8-ന് പണി കിട്ടുമ്പോൾ ചിലർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളായിരിക്കും കിട്ടുക. കാലത്തിന്റെ കുറ്റം പറയരുതെന്ന് പണ്ടുള്ളവർ പറയും പോലെ സമയത്തെയും കുറ്റം പറയരുത്. ചില സമയം തെറ്റുന്നതും നല്ലതിനാവാം. അതെന്താ? എയർപോർട്ടിലേക്ക് ട്രാഫിക് മൂലം സമയത്തിനെത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഭൂമി ചൗഹാൻ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശരിയാ. കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. മേഘമൊഴിഞ്ഞു, പൂമെല്ലെ വിരിഞ്ഞു, കാറ്റാകെ മൂളുന്നൊരീണമോ, കാറ്റുപോലെന്നെ മൂടണേ, വഴിയോര നേരങ്ങളേറണേ, ദൂരെ ദൂരങ്ങൾ നിന്നെയും കേടണേ. ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സ
ആശകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. അപ്പോ പണ്ട് അമേരിക്കൻ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന മഹത് വ്യക്തി പറഞ്ഞ തന്നെയാണ് എനിക്കും എല്ലാവരോടും പറയാനുള്ളത്. നോട്ട് ദ പോയിന്റ്, യു മേ ഡിലേ ബട്ട് ടൈം വിൽ നോട്ട്. അപ്പോ അവസാനായിട്ട് നല്ലൊരു മെലഡി സോങ് കേട്ടാലോ? മുത്തമഴ ഇങ്ങ് കൊട്ടിത്തീരാനോ മുല്ലയിരവുകൾ പത്തിരിയാനോ ஜானோ தம் மாரோ தம் தம் இங்கு உந்தன் கையில் சொர்க்கம் பொல்லாயிரவோ சொல்லாரவோ எல்லா ஒருவனை வேண்டி உசுரோ கண்ணாளா என்னாளா பெண்ணாளா இன்னும் வரும் எந்தன் கதை எந்தன் கதை இன்னும் வரும் எந்தன் கதை எந்தன் கதை காலை கனவினில் காதல் கொண்டேன் கண் விழித்தேன் அவன் காணவில்லை என்னோடு உன்னை ஒன்றாக்கும் வரை என்ன செய்தும் வலி தீரவில்லை. கண்ணான கண்ணே என் கண்ணாளா என் உள்மன காதலை கண்டாயா கருமை கொண்ட கண்ணோக்கி போய் சொல்லி நின்றாயா போதும் போதும் எனச் சென்றாயா முத்தமழை இங்கு கொட்டித் தீராதோ முல்லை இரவுகள் பத்தி எரியாதோ ஜானோ தம் மாரோ தம் தம் இங்கு உந்தன் கையில் சொர்க்கம். நான் காதலி காதலன் நீ வேலையெல்லாம் பெரும் வேஷம் என்னே காலம் யாவும் நீதானே அந்த காலம் வந்தால் வெல்வேன். இன்னும் ஒரு முறை எந்தன் கதை சொல்லவா காதில் வீழும் வரை காதல் பாடவா ஜானோ தம் மாரோ தம் தம் இங்கு உந்தன் கையில் சொர்க்கம். സോ ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് ആർജെ ശ്രേയ വിത്ത് ആർജെ ലിഹ്ന സൈനിങ് ഓഫ്. ബൈ ബൈ. मैं जाने ये वार दूं हर जीत भी हार दूं कीमत हो कोई तुझे बेइंतहा प्यार दूं मैं जाने ये वार दूं हर जीत भी हार दूं कीमत हो कोई तुझे बेइंतहा प्यार दूं सारी हद मेरी अब मैंने तोड़ दी देख कर मुझे पता
तारगे बन